ഇലക്ഷൻസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നാണ്. ആ ഒരു മൊഡ്യൂളിൽ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. നമ്മൾ അറിയുന്ന കുറച്ച് വിഷയങ്ങൾ മാത്രം ആണ്. പക്ഷേ നമ്മൾ അറിയുന്ന വിഷയങ്ങളാണെങ്കിലും അതിൻ്റെ ഡിവിഷൻസ് ഒന്നും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അതുമാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ ഒരു മൊഡ്യൂൾ സിമ്പിളായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, അതിലാദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഒരു നടത്തിപ്പിന് അത്യാവശ്യമാണ് എന്ത്, ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത്. അതായത് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നീഡ് ഫോർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നുള്ളതാണ്. അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി എലക്റ്റഡ് their candidate ഇൻ എ ഷോർട്ട് പീരീഡ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മുടെ സിറ്റിസൺസ് എന്ത് ചെയ്യുന്നു, എലക്ട് ചെയ്യുന്നു, അവർ തിരഞ്ഞെടുക്കുന്നു ഒരു കാൻഡിഡേറ്റിനെ, അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു നിശ്ചിത കാലയളവിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് പറയുന്നത്. ആ പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്തായിരിക്കും ഈ കാൻഡിഡേറ്റ് നിൽക്കുക. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റാണ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ സെലക്റ്റഡ് എ കാൻഡിഡേറ്റ് ആൻഡ് പബ്ലിഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പീപ്പിൾ ആൻഡ് ആസ്ക് ദം ഡൗട്ട്സ്. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന സമയമാണല്ലോ. അപ്പം നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാംസ്, അതായത് ഗവൺമെൻറ് പ്രോഗ്രാംസ്, നമുക്കറിയാമല്ലോ ഈ ഒരു നമ്മൾ ഭരണത്തിൽ കയറിയാൽ ഇനി എന്ത് ചെയ്യും, ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പട്ടികയായിട്ട് വെച്ച് ആളുകളിലേക്ക് ഈ സ്ഥാനാർത്ഥിയെയും വെച്ചുകൊണ്ട് അവരോട് വോട്ട് ചോദിക്കുന്നു. ആ ഒരു രീതി നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയിലുണ്ടല്ലോ. അപ്പം എന്താണ്, ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് എന്താണ്, അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് നോക്കിയാൽ മനസ്സിലാവും. ദ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ആൻ എക്സ്ട്രാ ലീഗൽ ഗ്രോത്ത് ഇൻ എവറി കൺട്രി. നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് ഒരു രാജ്യത്തും അവരുടെ നിയമങ്ങളിൽ അതല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും എന്തുണ്ടാവില്ല, എഴുതി വെച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് അതിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അതായത് അതിൽ എന്തുണ്ടാവും, സംഘടനകൾ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രെജുഡൈസിങ് ഉണ്ടാവും. മറ്റുള്ള എല്ലാ തരം കാര്യങ്ങളും ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഇടം പിടിച്ചിട്ടില്ല. അത് എന്താണ്, ബാഹ്യമായി നിൽക്കുന്ന ഒരു സമ്പ്രദായം മാത്രമാണ്. പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ എന്ത് ചെയ്യാല, അപ്രോപ്രിയേറ്റീവ് ഡെമോക്രാറ്റിക് കൺട്രി നമുക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, ബട്ട് ഓൾമോസ്റ്റ് കൺട്രി ആർ കൺസിഡർ ദ പാർട്ടി സിസ്റ്റം. അറിയാലോ, USA പാർട്ടി സിസ്റ്റം. നമുക്കറിയാം റിപ്പബ്ലിക് പാർട്ടി ഉണ്ട്, ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്. അപ്പൊ ഈ പാർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു പാർട്ടീസ് എന്തിനാണ്, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടിയുടെയും കൂടെ നിൽക്കുന്ന ജനങ്ങളുണ്ട്. ഇവർ നിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരുമെന്നുള്ള വിശ്വാസമുള്ള ജനങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടി ഉള്ളത്. ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ ജനാധിപത്യ രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പാർട്ടി സിസ്റ്റം അവിടെ അത്യാവശ്യമാണ്. നിരവധി പാർട്ടി സിസ്റ്റങ്ങളുണ്ട്. അതായത് ഫോർമുല ഒരു ടൈപ്സ് ഓഫ് പാർട്ടി കുറേ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ പാർട്ടി എന്നുള്ളത് എന്താണ്, ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് എന്താണ്, ഒരു രാജ്യത്തിന് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതായത് വാട്ട് ഈസ് എ പാർട്ടി, വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി, ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമുക്കൊരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. അതിൽ കെറ്റിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് എ പൊളിറ്റിക്കൽ പാർട്ടി കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺ. അതായത് ഒരു രാഷ്ട്രീയ ഏകമായി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺ ആണ്. മനസ്സിലായോ, ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺ. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, അവർ തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ട്
ഗവൺമെന്റിന്റെ പൊതുനയങ്ങളെ നിയന്ത്രിക്കുന്ന, അതായത് വെൻ ആക്ട് ദ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ യൂണിറ്റ്, അതായത് അവർ പൊളിറ്റിക്കൽ യൂണിറ്റ് കൊണ്ടുവരുന്നു ബൈ ദ യൂസ് ഓഫ് ദെയർ വോട്ടിംഗ് പവർ, അതായത് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് വോട്ടിംഗ് റൈറ്റ്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ഏകമായി പ്രവർത്തിക്കുന്ന പൗരന്മാരുടെ മിക്കവാറും സംഘടിതമായ, അതായത് ഒരു സിറ്റിസൺസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു സംഭവമാണ് എന്ത് രാഷ്ട്രീയ പാർട്ടികൾ. ആ രാഷ്ട്രീയ പാർട്ടികളുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ റൈറ്റ്സ് ഓഫ് വോട്ട്, അതായത് ഒരു വോട്ട് അവകാശത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് എന്തുള്ളത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ ഫങ്ഷൻസ് ഫോർമേഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി. നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ ഒരു രാജ്യത്തെ ഒരു കൺട്രിയിൽ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള നമ്മൾ നോക്കുന്നത് 4 കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പറയുകയാണെങ്കിൽ പീപ്പിൾ ഷുഡ് ബി ഓർഗനൈസ്ഡ് ആയിരിക്കണം, അതായത് സംഘടിതമായിരിക്കണം എന്നുള്ളത്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പീപ്പിൾ ഷുഡ് ബി എന്തായിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. സെക്കൻഡ് വൺ, കോമൺ ബിലീഫ് ഇൻ സർട്ടൻ പ്രിൻസിപ്പിൾസ്. അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിൽ എന്തായിരിക്കണം, പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഓരോ അംഗങ്ങളും അംഗീകരിക്കണം. പക്ഷേ നമുക്കറിയാം മെമ്പേഴ്സ് മേ ബി ഡിഡ്ന്റ് അഗ്രി ടു ഡെഫിനിഷൻ ഓഫ് സം പ്രിൻസിപ്പിൾസ്. ചില പ്രിൻസിപ്പിൾസിൻ്റെ ചില തത്വങ്ങളുടെ ഡെഫിനിഷനുകളിൽ, അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്നാൽ താത്വികമായിട്ട് പറയുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം, അപ്രോപ്രിയേറ്റീവ് ആയിരിക്കണം, അതല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അനുസരിക്കണം എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ, ദ പാർട്ടി സീസ് ദ ഗവൺമെന്റ് ബൈ ദ വേ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺട്രി. അതായത് പാർട്ടി എന്നുള്ളത്, അതായത് ഭരണഘടന ആസൂത്രിത മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, ഭരണഘടന ആസൂത്രണം ചെയ്ത മാർഗങ്ങൾ, ആ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു പാർട്ടി നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നിയമ പരിപാടികൾ എന്താ നടപ്പിലാക്കുക. ഈ പാർട്ടി എന്നുള്ളത് ഉണ്ടാക്കി, ആ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ പാർട്ടിക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടായി, ആ ഗവൺമെന്റിന് പാർട്ടിക്ക് ഭരിക്കാൻ കിട്ടുമ്പോൾ ഭരണഘടന അനുസൃതമായിട്ടുള്ള, ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർ ഭരണം നടത്താൻ പറ്റും, നിയമ പരിപാടികൾ നടത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഭരണഘടന അനുശാസിക്കാത്ത കാര്യങ്ങൾ വന്നു വിടുമ്പോൾ അതെന്താവും, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ അവിടെ മറ്റുള്ള റൈറ്റ്സ് അബാൻഡൻസ് ഉണ്ടാവുമല്ലേ, അതായത് അവിടെ മറ്റുള്ളവരുടെ റൈറ്റ്സ് ഒഴിവാക്കുന്ന തരത്തിലായിരിക്കും ആ ഒരു നിയമ പരിപാടികൾ എന്നുള്ളതാണ്. നാലാമത്തത്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ നാഷണൽ ഇൻട്രസ്റ്റ്, അതായത് പിന്നെ ദേശീയ താല്പര്യം, അതായത് ദേശത്തിന്റെ താല്പര്യം വളർത്തുക എന്നാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫോർമേഷനാണ്. ഒന്ന് മനസ്സിലായില്ല, ആ 4 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ടൈപ്സ് ഓഫ് പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ടൈപ്സ് ഓഫ് പാർട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതായത് നമ്പർ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പാർട്ടിയെ പല 3 വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം എന്നുള്ളതാണ്. ദ പാർട്ടി ഫോർമേറ്റിംഗ് ഗവൺമെന്റ് വിത്ത് മെജോറിറ്റി. പാർട്ടി നമുക്കറിയാം, പാർട്ടി എന്നുള്ളത് എന്താണ്, ഒരു ഗവൺമെന്റിന് ഉണ്ടാക്കുന്നത്, മെജോറിറ്റി കിട്ടുന്ന പാർട്ടിയാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ദ ഒപ്പോസിഷൻ പാർട്ടി വിത്ത് ലാർജ് നമ്പർ ഓഫ് വോട്ട്സ്. ഒപ്പോസിഷൻ ഈ ഒരു പാർട്ടിയിൽ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു പാർട്ടി എന്താ ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് മെജോറിറ്റി ഉണ്ടാക്കിക്കൊണ്ട് മെജോറിറ്റി വോട്ട്സ് ലഭിച്ചുകൊണ്ട് പാർട്ടി ഗവൺമെന്റ് ഉണ്ടാക്കുന്നവരും, അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു മെജോറിറ്റി കുഴപ്പമില്ലാത്ത ഒരു വോട്ട്സ് കിട്ടിയിട്ട് ഒപ്പോസിഷനായി നിൽക്കുന്ന ആളുകളെയാണ് ഈ ഒരു ഡിവിഷൻ ഓഫ് പാർട്ടി, അതല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടീസിൽ നമ്മൾ പരിഗണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നെക്സ്റ്റ് ആയിട്ടല്ല, നമ്മൾ ഈ ഒരു പാഠത്തിൽ തന്നെ ക്ലാസിഫിക്കേഷൻ പറയാണല്ലോ, ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ പറയുന്നത്, ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നമ്മൾ കുറച്ച് ടൈപ്സ് പറയുന്നത്, ഏകദേശം ഒരു 3 ടൈപ്സോളം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് സിംഗിൾ പാർട്ടി സിസ്റ്റം, മറ്റൊന്ന് ബൈ പാർട്ടി സിസ്റ്റം, മറ്റൊന്ന് മൾട്ടി പാർട്ടി സിസ്റ്റം.
അങ്ങനെ 3 പാർട്ടി സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സിംഗിൾ പാർട്ടി സിസ്റ്റം. വാട്ട് ഈസ് സിംഗിൾ പാർട്ടി സിസ്റ്റം? ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ദ സോവറിനിറ്റി ഓഫ് ദ സിംഗിൾ പാർട്ടി ഇൻ എ കൺട്രി പൊളിറ്റിക്സ്. ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിൽ ഒരു പാർട്ടിക്ക് മാത്രം മേധാവിത്വമുള്ള ഒരു പാർട്ടിയാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്നുള്ളത്. There is other party which having not more votes and popularity. അവിടെ മറ്റുള്ള പാർട്ടികൾക്ക് എന്തുണ്ടാവില്ല, വോട്ട്സോ അതേപോലെ തന്നെ മെജോറിറ്റി നിൽക്കുന്ന ഒരു വോട്ട്സോ അതല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അവിടെ ആകെയുള്ള ഒരു പാർട്ടി മാത്രം. ദർ ഈസ് നോ എ പവർഫുൾ ഓപ്പോസിഷൻ. അവിടെ എന്തുണ്ടാവില്ല, ഒരു പവർഫുൾ ഓപ്പോസിഷനും ഉണ്ടാവില്ല. നമുക്കറിയാം, ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നാസി, ഹിറ്റ്ലറിന്റെ നാസി, മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണമൊക്കെ അതെന്തായിരുന്നു, ആ ഒരു ലെവലിലുള്ള സിംഗിൾ പാർട്ടി സിസ്റ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന അത് സിംഗിൾ പാർട്ടി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് ആണ്. എല്ലാത്തിനും നമ്മൾ മെറിറ്റ്സും അതിന്റെ ഡിമെറിറ്റ്സും പറയുന്നുണ്ട്. ഇനി സിംഗിൾ പാർട്ടി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. വാട്ട് ഈസ് ദ മെറിറ്റ്സ് ഓഫ് സിംഗിൾ പാർട്ടി സിസ്റ്റം? നമ്മൾ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ് എ സസ്റ്റൈനബിൾ ഫോം ഓഫ് ദി ഗവൺമെന്റ്. അതായത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഒരു ഭരണത്തെ ഇവിടെ എന്തായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ലാർജ് എക്സ്പെൻസ് ഓഫ് ദ എലക്ഷൻ ഇൻ എ അൺഡെവലപ്മെന്റ് കൺട്രി. ഒരു ഇറ്റ് യൂസ്, അതായത് ഈ ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റം എന്നുള്ളത് യൂസ് ചെയ്യാം ഈ അൺഡെവലപ്ഡ്, അതായത് അസ്ഥിര എന്തല്ല അവികസിത രാജ്യം ഉണ്ടാവില്ല. അവികസിത രാജ്യത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റം ഉപയോഗപ്പെടുത്താം. കാരണം അതിന്റെ ലാർജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എന്തിൽ വരുമ്പോൾ, ഇലക്ഷന് വരുമ്പോൾ എന്താവാം, ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുക, പ്രൊവൈഡ് അഡാപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ മൂന്നാമത്തെ എന്താ പറയുക, ദർ ഇസ് നോ കളക്റ്റീവ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പാർട്ടി ആൻഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ഗവൺമെന്റ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടിയും അതേപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികളും ഗവൺമെന്റും തമ്മിൽ എന്തുണ്ടാവില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. കാരണം കാരണം എന്താണ്, അവിടുത്തെ പാർട്ടിയും അതേപോലെ തന്നെ ഗവൺമെന്റും എന്താണ്, ഒരാൾ തന്നെയാണ്. അപ്പൊ എങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, സ്വന്തം കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലല്ലോ. ലാസ്റ്റ് വൺ, ഇറ്റ് റെസ്ട്രിക്ട് ദ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. അതേപോലെ തന്നെ സോഷ്യൽ കോൺഫ്ലിക്റ്റിനെയും അതെന്തായിരുന്നു, റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ, എല്ലാത്തിനും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ട്. ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എന്താണ്, അൺറെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിഫക്റ്റീവ് ഗവൺമെന്റ്സ്. നമുക്ക് ഇതൊരു തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത, അതല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള, ഉചിതമല്ലാത്ത ഒരു ഗവൺമെന്റ്സ് ആണ്. അതേപോലെ തന്നെ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് എ അൾട്ടർനേറ്റ് ഗവൺമെന്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ വോട്ടേഴ്സിന് എന്താ ചെയ്യാൻ പറ്റില്ല, ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ കാരണം എന്താണ്, അവിടെ സോവർണിറ്റിയാണ്, ഒരു പാർട്ടിക്ക് മാത്രമുള്ള പരമാധികാരമാണ് അവിടെ ഉള്ളത്. തേർഡ് വൺ, ഇറ്റ് പ്രൊവൈഡ് എ ഡിഫക്റ്റീവ് സോവർണിറ്റി എന്നാണ്. അതൊരു ഉചിതമല്ലാത്ത രീതിയിലുള്ള പരമാധികാരം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, അതിന്റെ ഒരു സുഖം ഉണ്ടാവില്ല. അത് ആ ഒരു പാർട്ടി സിസ്റ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല, ഒരു ക്ലേശകരമായിരിക്കും എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഈസ് നോട്ട് ഹാവ് എനി ഫ്രീഡം ഓഫ് ക്രിറ്റിക് ഓപ്പോസിഷൻ. അതായത് ഓപ്പോസിഷൻ പാർട്ടീസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പോസിറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ക്രിറ്റിക്സ് ചെയ്യാൻ. ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഇല്ല, പക്ഷെ എന്നാലും അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ ക്രിറ്റിസിസം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ആ ഒരു ഡിമെറിറ്റ്സും കൂടി ഈ ഒരു സിംഗിൾ പാർട്ടിക്കുണ്ട്. ഇനി ബൈ പാർട്ടി സിസ്റ്റം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വഴി എന്നുള്ളത് USA ഗവൺമെന്റ് എടുത്ത് നോക്കിയാൽ മതി. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ അവിടെ അവിടെ 2 പാർട്ടികളാണുള്ളത്. ഏതൊക്കെയാണുള്ളത്, റിപ്പബ്ലിക്കും അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയും. ഈ USA അതൊന്ന് ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. കേട്ടോളൂ. ഫസ്റ്റ് പോയിന്റ്, 2 ഫോർമൽ പാർട്ടീസ് ഗവേൺ എ കൺട്രി വിത്ത് ഗെറ്റ് എ മേജർ വോട്ട്സ്. അതായത് 2 ഫോർമൽ ആയിട്ടുള്ള പാർട്ടികൾ മാത്രമാണ് ആ ഒരു കൺട്രിയിൽ ഉണ്ടാവുക. അവരായിരിക്കും, ആർക്കാണോ ഒരു മെജോറിറ്റി വോട്ട് കിട്ടുന്നത്, അവരായിരിക്കും അവിടെ ഗവൺമെന്റ് നടത്തുക. അതേപോലെ there is a lot of small parties but is not get majority votes. കാരണം അവിടെ ലോട്ട് ഓഫ് പാർട്ടികളുണ്ട്, കുറെ പാർട്ടികളുണ്ട്, പക്ഷെ അവർക്ക് എന്ത് കിട്ടത്തില്ല,
മെജോറിറ്റി വോട്ട് കിട്ടത്തില്ല. അതേപോലെ തന്നെ ദ മെജോറിറ്റി വോട്ട്സ് ഫോർമാറ്റ് ദ ഗവൺമെന്റ്. മെജോറിറ്റി വോട്ട് കിട്ടുന്ന ആളുകളാണ് ഗവൺമെന്റ് ഫോർമാറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ടാവും, അവിടെ ഓപ്പോസിഷൻ ഉണ്ടാവും. നമ്മൾ USA ഇപ്പോൾ നോക്കിയാലും കാനഡയിൽ നോക്കിയാലും ഒക്കെ ഇത്തരത്തിലുള്ള രീതിയിലുള്ള പാർട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുക. മെറിറ്റ്സ് എടുത്ത് നോക്കാം. മെറിറ്റ്സ് ഇറ്റ്സ് സ്റ്റേബിൾ. അതെന്താണ്, ഒരു സ്റ്റേബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെജോറിറ്റി മാറ്റമുണ്ടെങ്കിൽ അവിടെ എന്താ ലെജിസ്ലേറ്റർ ക്യാബിനറ്റ്സ് മൊത്തം പവർഫുൾ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ സിമ്പിൾ വേ ഓഫ് എലക്ഷൻ സിസ്റ്റം ആണ്. എലക്ഷൻ സിമ്പിൾ ആണ്. കാരണം എന്താ, അവിടെ വോട്ടേഴ്സിനെ ആകെ തെരഞ്ഞെടുക്കാൻ 2 ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ലോവർ പൊട്ടൻഷ്യൽ ഓഫ് കറപ്ഷൻ. അവിടെ കറപ്ഷൻ ഉണ്ടാവാൻ, അതായത് അവിടെ നമ്മുടെ അഴിമതി ഉണ്ടാവാൻ സാഹചര്യം എന്താണ്, കുറവാണ്. ഓക്കെ. പിന്നെ ഡിമെറിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റർ ഹാവ് എ മെജോറിറ്റി ടു പ്രൊവൈഡ് ഡിക്റ്റേറ്റർഷിപ്പ്. അവിടെ എന്തുണ്ടാവും, ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാകാൻ കാരണമുണ്ട്. സ്വച്ഛാധിപത്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദ കൺട്രോൾ ഓഫ് ഫോം ഓഫ് എലക്ഷൻ കൺട്രോൾ ചെയ്യാൻ. കാരണം ആകെ 2 പാർട്ടീസിന് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറെ പാർട്ടി ഇല്ലല്ലോ, അത് കൺട്രോളാണ്. എലക്ടേഴ്സിന് എന്താണ്, കൺട്രോളാണ്, ഓല മേലിലെ കൺട്രോളാണ്. പിന്നെ അവോയ്ഡൻസ് ഓഫ് ഓപ്പോസിഷൻ ആൻഡ് അതേഴ്സ്. മറ്റുള്ളവരെ ഓപ്പോസിഷനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ആരാണ് ഭരണത്തിലേറുന്നത് അവരെ ഓപ്പോസിഷൻ അവോയ്ഡ് ചെയ്യും. അതേപോലെ തന്നെ മാനുഷികം പൊതുജനാഭിപ്രായത്തെ അവരെന്താകും, ഇല്ലാതാക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, ഇവരിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്, ടൈപ്സ് ആണ് മൾട്ടി പാർട്ടി സിസ്റ്റം. മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ എന്തുണ്ടാവും, ഒരുപാട് പാർട്ടികൾ ഉണ്ടാവും. മെജോറിറ്റി വോട്ട് ലഭിക്കുന്ന ഒരുപാട് പാർട്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇതിൽ ഓരോ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് തുടങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സഖ്യം രൂപീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉദാഹരണം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ UPA അതേപോലെ തന്നെ NDA സഖ്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ കേരളത്തിൽ ഉദാഹരണം നോക്കിയാൽ UDF LDF. ഈ ഒരു സഖ്യങ്ങളൊക്കെ എന്താണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. UDF നമ്മൾ സിമ്പിൾ ആയിട്ട് UDF എടുത്ത് നോക്കിയാൽ അവിടെ മുസ്ലിം ലീഗ്, അതേപോലെ തന്നെ കോൺഗ്രസ്, മറ്റുള്ള പാർട്ടികൾ, അതേപോലെ തന്നെ LDF CPM CPIM, അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികൾ. അങ്ങനത്തെ ആളുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും അവിടെ ഭരണം നടത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിന് മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം. ഈ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ, അപ്പോൾ മെറിറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ മറ്റേത് സമ്പ്രദായങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു സിംഗിൾ, അതേപോലെ തന്നെ ബൈ പാർട്ടി സിസ്റ്റം, അവിടെയൊക്കെ എന്താണ്, അവിടെ ഉള്ളതിനേക്കാട്ടിലും നമുക്ക് ജനാധിപത്യപരമായിട്ട് ഡെമോക്രാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു എന്ത് ചെയ്യാം, ഈ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തെ കൊണ്ടുവരാം. കാരണം ഇവിടെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും അതേപോലെ തന്നെ എല്ലാവരുടെയും താല്പര്യങ്ങളെയും വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സംവിധാനം എന്നത് പൊതുജനാഭിപ്രായത്തോട് അനുകൂലമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്. കാരണം പല ആളുകളുടെയും താല്പര്യങ്ങൾ ഇതിൽ പരിഗണിക്കുന്നു, പല പാർട്ടികളുടെയും പല ഗ്രൂപ്പുകളുടെയും താല്പര്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്നുള്ളത് ജനകീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ പിന്നീട് അവര് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവരെ വോട്ടേഴ്സ് എന്ത് ചെയ്യില്ല, അവർക്ക് വോട്ട് കൊടുക്കൂല. അന്നേരം എന്ത് ചെയ്യും, ഈ ആളുകൾ എവിടുത്തെ ആ ജനങ്ങളുണ്ടോ അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആ ജനങ്ങളുടെ താല്പര്യങ്ങളെ അംഗീകരിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മെറിറ്റ്സ് എന്തുണ്ട്, ഈ ഒരു മൾട്ടി പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഉണ്ട്. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സിസ്റ്റത്തിന് ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് പാർട്ടീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ വേറെ സഖ്യം, അതല്ലെങ്കിൽ മറ്റൊരു സഖ്യത്തെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഫെസിലിറ്റി എന്തുണ്ട്, ഇലക്ടേഴ്സിനുണ്ട്. അപ്പൊ ഇലക്ടേഴ്സ് വിചാരിച്ചാൽ ഭരണങ്ങൾ മാറാനും കാരണമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള പൊതുജന അഭിപ്രായങ്ങളെ മാനിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിനും ഡിമെറിറ്റ്സ് ഉണ്ട്. ഡിമെറിറ്റ്സ് പറയുമ്പോൾ വോട്ടർമാർക്ക് എന്ത് ചെയ്യും, അവതരിപ്പിക്കുന്ന ഒരു ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്താണ്, ഒരു സ്റ്റേബിൾ അല്ല അറിയാം, അസ്ഥിരമാണ്. കാരണം
പാർട്ടി കൂട്ടുകക്ഷികളായിട്ടാണല്ലോ ഇപ്പൊ UP ആണെങ്കിലും NDA ആണെങ്കിലും കൂട്ടുകക്ഷികളായിട്ടാണ് ഭരിക്കുന്നത്. പക്ഷെ അതിൽ കൂറുമാറാനൊക്കെ സാധ്യതയുണ്ട്, സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. കാരണം അതുപോലെ തന്നെ പിന്നെ കുത്തകകളായിട്ട് വരുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ പിന്നെ വേറെ ഒന്ന്, ഗവൺമെന്റ് നിയമങ്ങൾക്കും പരിപാടികൾക്കും എന്ത് ചെയ്യുക, വോട്ടർമാരുടെ മുന്നിൽ നമ്മൾ കൊടുക്കൂലേ, ആ വോട്ടർമാരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവരുടേതായ നയങ്ങളും പരിപാടികളുമാണ് നൽകുക, അവരുടേതായിട്ടുള്ള നയങ്ങളും പരിപാടികളാണ് നൽകുക എന്നുള്ളതാണ്. കോമൺ ആയിട്ടല്ല, അതല്ല, അവരുടെ സ്പെസിഫിക് ആയിട്ടാണ് നൽകുക. പിന്നെ ഈ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ എന്തുണ്ടാവും, കൂറുമാറ്റത്തിന്, കക്ഷി രാഷ്ട്രീയത്തിന്, കക്ഷി മാറുന്നതിനൊക്കെ സാഹചര്യമുണ്ട്. മറ്റൊന്നുള്ളത്, ഈ ഒരു സമ്പ്രദായത്തിൽ എന്താണ്, അഴിമതിക്ക്, അതായത് കറപ്ഷന് കൂടുതൽ സാഹചര്യമുണ്ട് എന്നുള്ളതുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫങ്ഷൻസ്, അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് ഒരു സംഘടിതമായിട്ടുള്ള പാർട്ടിയാണ്. ആ സംഘടിതമായിട്ടുള്ള പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പൊളിറ്റിക്കൽ പരിപാടികൾ, ഗവൺമെന്റിന്റെ പരിപാടികൾ അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അതിനെ വിജയിപ്പിച്ചു വിടുന്നതാണ്. ആ വിജയിച്ച സ്ഥാനാർത്ഥിയെ എന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് കയറ്റിവിടുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ഒരു പൊതുജനത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ യോജിക്കും എന്നുള്ളതാണ്. കാരണം അതറിയാലോ, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കൽ ഉണ്ടാകും. പിന്നെ ലെജിസ്ലേറ്റീവിൽ അവിടെ ഒരു ഐക്യം സൃഷ്ടിക്കാൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സാധിക്കും എന്നാണ്. അതേപോലെ തന്നെ വ്യക്തികളും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കാരണം എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെയാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് പൊളിറ്റിക്കൽ ഗവൺമെന്റ്സ് എന്താണ്, കാരണം ആരാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ യുവജന സംഘടനകൾ, അതേപോലെ തന്നെ സ്റ്റുഡന്റ് അസോസിയേഷനുകളും മറ്റുള്ള പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വിങ്ങുകളും എന്ത് ചെയ്യുന്നു, ഈ സ്റ്റഡി ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, മറ്റുള്ള ക്ലാസ്സുകളെല്ലാം സംഘടിപ്പിക്കുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് എന്ത്, ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നമ്മൾ ചർച്ചയായിട്ട് നമ്മൾ പറയുന്നത് ചില വിഭാഗങ്ങളെയാണ്. രണ്ട് തരം വിഭാഗങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നായിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, മറ്റൊന്ന് പ്രഷർ ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞാൽ തന്നെ അതിന് മലയാളം പറയാം താല്പര്യ വിഭാഗം, സമ്മർദ്ദ വിഭാഗം. താല്പര്യ വിഭാഗം എന്ന് പറയുമ്പോൾ ചില സമാന ചിന്തകളുള്ള ആളുകൾ സ്വന്തം താല്പര്യങ്ങളെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വിഭാഗമാണ്. അത് മതപരമായിട്ടാവാം, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളാവാം, രാഷ്ട്രീയപരമായിട്ടാവാം, തൊഴിൽപരമായിട്ടാവാം, ആരോഗ്യപരമായിട്ടാകാം, വാണിജ്യപരമായിട്ടാകാം. അതായത് അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയാണ് ഇത് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ ഉപഭോക്താവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപഭോക്തൃ സംഘടനകൾ രൂപീകരിക്കുന്നുണ്ടല്ലോ. ബസ് യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ബസ് യാത്രക്കാരുടെ സംഘടന ഉണ്ടാക്കുന്നു, അറിയാലോ. അതേപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുണ്ടാക്കുന്നു. ഒരേ സമയം ഒരു വ്യക്തിക്ക് ഇത്തരം ഒന്നിലധികം സംഘടനകളിൽ അംഗമാകാൻ കഴിയുന്നതാണ്. ഉറപ്പല്ലേ? ഇപ്പോൾ ബസ് യാത്രക്കാരനാണ് ഒരാൾ, അദ്ദേഹത്തിന് തൻ്റെ ഒരു മകനുണ്ട്. അപ്പം വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള സംഘടനകളിൽ ഉൾപ്പെടാം. അതേപോലെ തന്നെ ബസ് യാത്രക്കാരുടെ അസോസിയേഷൻ ഉൾപ്പെടാം. അത് ഒരേ സമയം രണ്ട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ?
രണ്ടാമത്തേത് എന്നാൽ പ്രഷർ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഒന്ന്, അനുകൂലമായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രമോ ഭരണമോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സമ്മർദ്ദം ചെലുത്തും. രാഷ്ട്രത്തിനോടും ഭരണത്തിനോടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? സമ്മർദ്ദം ചെലുത്തും. ആ ഒരു സമ്മർദ്ദം പ്രഷർ ചെലുത്തുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? സമ്മർദ്ദ ഗ്രൂപ്പുകൾ, പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ആ പ്രഷർ ഗ്രൂപ്പത്തെ ഒരു വ്യക്തി രാഷ്ട്രീയപരമായിട്ട് മത്സരിക്കുകയോ അധികാരങ്ങൾ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് രാഷ്ട്രീയ നേതാക്കളിലൂടെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ഉദാഹരണമായിട്ട് ഈ ഒരു വിദ്യാർത്ഥി സംഘടനകൾ, പ്രൈവറ്റ് ബസ് ഉടമകൾ, NSS, MES അങ്ങനത്തെ സംഘടനകളാണ് ഈ ഒരു പ്രഷർ ഗ്രൂപ്പിൽ വിടുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉള്ളതാണ് ഈ ഒരു സ്ട്രെസ് ഗ്രൂപ്പ് എന്നുള്ളത്. ഇത് ഫോർമൽ സ്ട്രെസ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻഫോർമൽ സ്ട്രെസ് ഗ്രൂപ്പ് ഉണ്ട്. ഫോർമൽ സ്ട്രെസ് ഗ്രൂപ്പിൽ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അതേപോലെ തന്നെ അതിന് വളരെ അധികം സ്വാധീനവും ചെലുത്താൻ കഴിയും എന്നുള്ളതാണ്. കാരണം അവിടെ ഗവൺമെന്റിനോട് സ്വാധീനമുള്ള കുറേ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. USA നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചേഴ്സ് തുടങ്ങിയത് ഈ ഒരു ഫോർമൽ പ്രഷർ ഗ്രൂപ്പിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളതാണ്. ഇനി കൈൻഡ്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പിൽ പറയുന്നത് ബിസിനസ് പ്രഷർ ഗ്രൂപ്പ്, അഗ്രികൾച്ചർ പ്രഷർ ഗ്രൂപ്പ്, ലേബർ പ്രഷർ ഗ്രൂപ്പ്, പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പ്, റിലീജിയൻ പ്രഷർ ഗ്രൂപ്പ്. ഈ ഒരു ഇത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളാണ് പറയുന്നത്. നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ചർച്ച ചെയ്യാം. ഒന്ന്, ബിസിനസ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബിസിനസ് പരമായിട്ടുള്ള താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അമേരിക്കയിൽ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറിങ്, അതൊക്കെ ഈ ഒരു ബിസിനസ് പ്രഷർ ഗ്രൂപ്പിലാണ്. കാർഷികപരമായിട്ട് അഗ്രികൾച്ചർ പറയുമ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ പരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്യാം, രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, രാഷ്ട്രത്തിൻ്റെ മൊത്തമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, കൃഷി മുഴുവൻ സംരക്ഷിക്കുക, നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ എന്നുള്ളത് പോലെ. മറ്റൊരു സംഘം എന്നുള്ളത് അവിടുത്തെ ചില പ്രത്യേക കാർഷിക വിഭാഗത്തിൽ മാത്രം. അതിന് ഉദാഹരണം നാഷണൽ കോർപ്പറേഷൻ മിൽക്ക് പ്രൊസീജ്, ഒരു പ്രത്യേക കർഷകം. ഇപ്പം പാലിൻ്റെ ആണെങ്കിൽ പാലിൻ്റെ, നെല്ലിൻ്റെ ആണെങ്കിൽ നെല്ലിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് അസോസിയേഷനും, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ജനറൽ അസോസിയേഷനും ഉണ്ടാകുന്നുള്ളതാണ്. അപ്പം തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളിലും തൊഴിൽ സംഘടനകൾ സാധാരണമാണല്ലോ. കുറെ നമുക്ക് കാണാൻ കഴിയും. അവരെ ട്രേഡ് യൂണിയൻ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഉദാഹരണം CATU, അതേപോലെ തന്നെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ ഒരു പ്രഷർ ഗ്രൂപ്പിൻ്റെ ഉദാഹരണങ്ങൾ. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രഷർ ഗ്രൂപ്പ്, നമ്മളിപ്പോൾ പറയുന്നത് പ്രഷർ ഗ്രൂപ്പുകൾ പറഞ്ഞല്ലോ, ആ ഒരു പ്രഷർ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്ന ഘടനകൾ, അതായത് അവരുടെ സ്വാധീനം ചെലുത്താൻ എന്താണെന്ന് കുറേ ഐഡിയകൾ വേണം, തന്ത്രങ്ങൾ വേണം, ടാക്ടിക്സ് അത് വേണം. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, സംഘടന എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു വിഭാഗത്തിന് സംഘമായി ചേർന്നിട്ടുള്ള ഒരു രീതി വേണം, സംഘടന ഉണ്ടാക്കണം. അങ്ങനെ ആകുമ്പോൾ അതൊരു ശക്തി ഉണ്ടാകും, സംഘടനാ ശക്തി ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പം ഈ സംഘടന ശക്തി ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം നേടിയേക്കാൻ സുഖമാണ്. പിന്നെ ഒന്ന്, ലോബിയിങ് ആണ്. അതായത് ലോബിയിങ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്വാധീനിക്കുക, അതായത് ഈ ഒരു നിയമസഭയിലെ അംഗങ്ങളെയെല്ലാം സ്വാധീനം ചെലുത്താൻ കഴിയണം എന്നുള്ളതാണ് ലോബിയിങ്. മറ്റൊന്ന്, പബ്ലിക് ഒപ്പീനിയനാണ്, പൊതുജനാഭിപ്രായം. അതായത് ഈ സ്ട്രെസ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്
പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തും. മനസ്സിലായില്ലേ? അവരുടെ അഭിപ്രായങ്ങൾ ഇവരുടെ അവകാശ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളുടെ മേൽ കയറി പിടിക്കും. മറ്റൊന്ന് പൊളിറ്റിക്കൽ അലീഗിയൻസ്, അതായത് പിന്നെ രാഷ്ട്രീയ ബന്ധമാണ്. രാഷ്ട്രീയ ബന്ധം ചില രാഷ്ട്രീയ ബന്ധത്തിൻ്റെ സാഹചര്യം ലക്ഷ്യപ്രാപ്തിക്ക് കാരണമാകുന്നു. മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം. അതായത് പ്രചാരണം പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവരെ സഹായിക്കുന്നു. അവർ ജയിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവരുടെ ലക്ഷ്യപ്രാപ്തിക്കും കാരണമാകുന്നു. മറ്റൊന്ന് സ്ട്രൈക്കാണ്, സമരമാണ്. സമരത്തിൽ നമുക്കറിയാം അവർ സ്തംഭനം നടത്തുകയാണ്, പ്രവൃത്തിയിൽ സ്തംഭനം നടത്തുക. സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു? പല രീതിയിലുള്ള സമരമുറകളും അവരെന്ത് ചെയ്യുന്നു? ചെലുത്തുന്നു. അങ്ങനെ അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നു. മറ്റൊന്ന് ബന്ധാണ്, കടകൾ പൂട്ടുക, ഓഫീസുകൾ അടക്കുക, അങ്ങനത്തെ രീതിയിൽ ലഹളകൾ നടത്തിയിട്ട് സംഘർഷമായിട്ട് ചേർന്നുകൊണ്ട് അക്രമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് ചെയ്യുക? അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.